ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ വർഷം ക്ലാസ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യം തന്നെ പ്രവേശന ഉത്സവത്തിന് ടീച്ചർക്ക് നൽകിയ കാർഡുകളിലെ ഒറ്റയാനെ കണ്ടെത്താം. ഫൈൻഡ് ദ ഓഡ് വൺ ആണ്. അപ്പോൾ അതിൽ ഒറ്റയാനും ബാക്കിയൊക്കെ ഫ്രൂട്ട്സാണ്. അപ്പോൾ കൽബാണ്. അതിന് നമ്മൾ കളർ ചെയ്തു വേറെ തന്നെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തീ തു കൂടെ ബൂ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പെടാത്തത് ബൂ ആണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് മക്കൾ കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉണ്ടാവുക ഫൈൻഡ് ദ ഓഡ് വൺ, അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് വന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. ഫസ്റ്റത്തെ ലെറ്റർ അവിടെ എഴുതി കൊടുക്കണം, അറബി അക്ഷരം. അപ്പോൾ സൂസ് ആണല്ലേ. അപ്പോൾ സ്വാദ് സു എഴുതി കൊടുത്തു, സൂസ്. നെക്സ്റ്റ് റുമ്മാൻ, റു എഴുതി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് അസദാണ്. അപ്പോൾ എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു അറബിക് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 അതെല്ലാവരും ഒന്ന് പോയി നോക്കണം, പ്ലേലിസ്റ്റിലുണ്ടാവും. നെക്സ്റ്റ് മൂന്നാമത്തെ പേപ്പറിൽ വരുന്നത് ഇതേപോലെ തന്നെ ചിത്രങ്ങളുടെ പേര് പൂർത്തിയാക്കാനാണ്. ബിർക്കത്താണ്. അപ്പോൾ ബി എന്ന് എഴുതി കൊടുത്തു. നെക്സ്റ്റ് ദീക്കയാണ്, ദീ എഴുതി കൊടുത്തു. ഖൽബ് ഖ, സമക്കിന് സ എന്ന് എഴുതി കൊടുത്തു. നെക്സ്റ്റ് ബൈത്താണ്, ബൈത്തിന് ബ. അപ്പം ഫസ്റ്റത്തെ ലെറ്ററാണ്. നിങ്ങൾ പഠിക്കുന്ന അക്ഷരത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതി കൊടുക്കാനുണ്ടാവും. പിന്നെ അടുത്ത വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അറബിക്ക് ഉണ്ടാവുക. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എല്ലാവർക്കും അറിയാം. സമക്ക്, റുമ്മാൻ, ബബായ, പിന്നെന്താണ് ബുൽബുല്, അസദ്. അപ്പോൾ ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ചെയ്ത് കൊടുക്കുക, മക്കൾക്കൊക്കെ അറിയാണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഇതിലെ വായനാ ദിനത്തിൽ സ്കൂൾ ഒരുക്കിയ മരത്തിലെ ഒരു മരമാണ്. അതിൽ അക്ഷരങ്ങളുണ്ട്, അറബി അക്ഷരങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ടീച്ചറെ കയ്യിലും മിസ്സിന് വായിച്ചു കൊടുക്കണം ഏതൊക്കെയാണെന്ന്. ത, സി, ആ, റു, പി, ഹ. അപ്പോൾ ഇത് അതേപോലെ തന്നെ വായിച്ചു കൊടുക്കണം. അതിനാണ് അവിടെ മാർക്ക് ഉണ്ടാവുക. ഗ്രേഡ് അവിടെയാണ്, അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും റിവിഷന് ഞാൻ ചെയ്തിട്ടുള്ള പാർട്ടൊന്ന് നോക്കണം. ഇത് ഞാൻ ക്ലാസ്സിൻ്റെ 2 ചാപ്റ്ററിലെ റിവിഷൻ വർക്കാണ് കൊടുത്തത്. അറബിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലെയും. അപ്പം ഈ എക്സാമിന് എന്തൊക്കെയാണുള്ളത് നോക്കിയിട്ട് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങളത് കൂട്ടി പഠിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റത്തെ പാർട്ട് 6ാമത്തെ പേജിൽ ഇതിലത്തെ പിക്ചറിലുള്ള എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു 5 എണ്ണം എങ്കിലും ഇവിടെ പറയണം. അപ്പോൾ മിസ് ഇവിടെ ടിക്ക് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം. ബൈത്ത്, സൂസ്, സമക്ക്, കൽബ്, പിന്നെന്താണ് തുഫ ഉണ്ട് അല്ലേ, അതും കൂടി പറഞ്ഞു കൊടുക്കുക. സോ കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.